ഞാൻ ആസക്തനാകുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ പുകവലിക്ക് അടിമപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞാൻ പോൺ വീഡിയോകൾ കാണുകയാണെങ്കിൽ, താങ്കളുടെ മുൻ ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് ബാലൻസിലൂടെയും ബുദ്ധിയിലൂടെയും എന്നായിരുന്നു. പക്ഷേ ഞാൻ ആസക്തനാകുമ്പോൾ കൂടുതൽ കുടുങ്ങാറാണുള്ളത്. ഇതിൽ നിന്ന് എന്നെ സഹായിക്കാമോ? ആസക്തികൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലല്ല, ആദ്യം തന്നെ നിങ്ങളുടെ ആസക്തികളെ മനസ്സിലാക്കുക. അവ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ആസക്തികളിൽ നിലനിൽക്കുന്നതിന് കാരണം ഇതിലും മികച്ചതായ ജീവിതത്തിലൊന്നുമില്ലാത്തതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കുക. ഒരാളുടെ ആസക്തിയെ ശപിച്ചിട്ട് കാര്യമില്ല. ആസക്തികൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ആഴത്തിലുള്ള ശൂന്യത നികത്താനായി നിങ്ങൾക്ക് ആസക്തി ഉണ്ടാകേണ്ടതുണ്ട്. അതിനാലാണ് ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അത് ഏത് TV ഷോ ആയാലും, വീഡിയോസ്, ഡ്രഗ്സ്, അല്ലെങ്കിൽ ഒരാൾക്ക് ആസക്തനാകാൻ വേറെ പല കാര്യങ്ങളായാലും. അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറിച്ചെല്ലണമെന്ന് നിങ്ങളോട് ഒരിക്കലും അപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ആ കാര്യങ്ങൾക്ക് പോയി. ഈ വീഡിയോസ് ഒന്നും വളരെ പെട്ടെന്ന് ചാടി വീണതല്ല. പാതിരാത്രിക്ക് ശേഷം നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾ തന്നെ ആ ആപ്പിൽ ക്ലിക്ക് ചെയ്യുകയും വീഡിയോ ലിസ്റ്റ് സ്ക്രോൾ ചെയ്യുകയും ഒരു വീഡിയോ തിരഞ്ഞെടുക്കുകയും പിന്നെ മറ്റൊന്ന് തിരഞ്ഞെടുക്കുകയും അങ്ങനെ നിരന്തരം കാണുകയും ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ തന്നെയല്ലേ അവയിലേക്ക് പോകുന്നത്? എങ്കിൽ നിങ്ങൾ എന്തിനാണ് അവയിലേക്ക് പോകുന്നത്? അതാണ് ആത്മീയത. സ്വയം നോക്കൂ. എന്തിനാണ് ആ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്? നിങ്ങൾ അതിലേക്ക് പോകണം, കാരണം അവ പൊള്ളയായി കരയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യത നിറയ്ക്കാൻ എന്തെങ്കിലും ഉയർന്നതുകൊണ്ട് വരുന്നത് വരെ ആ വീഡിയോകളും മറ്റു കാര്യങ്ങളും നിലനിൽക്കും. നമ്മൾ അവരോട് എത്രമാത്രം നെഞ്ചിരിപ്പോടെ പെരുമാറിയാലും ജീവിതത്തിൽ എന്തെങ്കിലും നേടൂ. ഈ ചെറിയ കാര്യങ്ങളെക്കാൾ വളരെ പ്രധാനം എന്ന് തോന്നുന്നവ നിങ്ങളുടെ അത്രയും ബുദ്ധിശക്തിയുള്ള ഒരു ചെറുപ്പക്കാരന് യോഗ്യമായതൊന്നും പിന്തുടരുന്നതിനെക്കുറിച്ച് ആലോചിക്കാറില്ലെന്ന് വിശ്വസിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു. നല്ലതും ഉന്നതവും ശ്രേഷ്ഠവുമായ ഒന്നിൽ മനസ്സുറപ്പിക്കുക. പിന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ നിസ്സാര കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയമില്ലെന്നും അവ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനാകുമെന്നും നിങ്ങൾ കണ്ടെത്തും. അതോടെ നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധാപൂർവമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് പ്രധാനമെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കില്ല. ഇനി എപ്പോഴെങ്കിലും അബദ്ധത്തിൽ മറ്റൊന്നിലേക്ക് നോക്കിപ്പോയാൽ പോലും വലിയൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതൊരു പാഠമാകും. അടുത്ത തവണ ആ തെറ്റ് ആവർത്തിക്കില്ല. കാരണം ആ നഷ്ടം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങളെ തുറച്ചു നോക്കുന്നു, പരിഹസിക്കുന്നു. നിങ്ങൾ പറയും, ഞാൻ എനിക്ക് തന്നെ മുഖം കൊടുക്കില്ല, കാരണം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ 4-8 മണിക്കൂർ പാഴാക്കി. ആ നഷ്ടം ഇപ്പോൾ അനുഭവിക്കുന്നു. നഷ്ടം ഒരു വസ്തുതയാണ്. അത് നിഷേധിക്കാനാവില്ല. വലുതാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എന്ന് നിങ്ങൾ വിളിക്കുന്നത് പേർപ്പസ്ലെസ്നെസ്സുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പർപ്പസും ഇല്ലാതെ നിങ്ങൾക്ക് അശ്രദ്ധരാകാനാവില്ല. ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യമുണ്ടാക്കി അതിൽ പ്രണയത്തിലാവുക. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ആവിയായി പോകും. മനസ്സിലാകുന്നില്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ? തീർച്ചയായും ആചാര്യജി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗിന്റെ പോലും ആവശ്യമില്ല. സ്വയം ചോദിക്കൂ,
നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ കാര്യമെന്താണ്? ഏറ്റവും മനോഹരമായി ചിന്തിക്കാനാകുന്നതെന്താണ്? എന്തുകൊണ്ട് അതിനായി സ്വയം അർപ്പിച്ചുകൂടാ? അത് ഉന്നതവും മനോഹരവുമാണെങ്കിൽ അതിനായി പൂർണ്ണമായും അർപ്പിക്കൂ. അതെ, പിന്നെ നെറ്റ്ഫ്ലിക്സിലോ മറ്റോ പോകേണ്ടി വന്നാൽ പോലും നിങ്ങളൊരു ലക്ഷ്യത്തോടെയാകും പോകുന്നത്. വീഡിയോകൾ കാണുന്നത് അത്ര വലിയ കുറ്റകൃത്യമല്ല. പക്ഷേ നിങ്ങൾ ആ ലക്ഷ്യം ഓർക്കും. എന്തിനാണ് അവിടെ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. വിലപ്പെട്ട സമയം പാഴാക്കാനല്ല പോകുന്നത്. അവിടെ ഇരിക്കുമ്പോഴും മനസ്സ് എവിടെയോ ആ ലക്ഷ്യത്തെ ഓർക്കുന്നുണ്ടാകും. എന്തിനാണ് നിങ്ങളത് കാണുന്നത്? അവിടെ ഒരു പാഠമുണ്ടാകും. അവിടെ എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളത് കാണുന്നത്. അതുകൊണ്ട് വിവേകം എന്നത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക, പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കുക, നല്ല ആളുകളെ കാണുക, മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക, മോശം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മദ്യം, ഡ്രഗ്സ്, സെക്സ് ഇതൊന്നും ചെയ്യരുത്. ഇതൊന്നുമല്ല ആത്മീയത. ഇതൊരു തരം ഉപരിപ്ലവമായ വെറും സദാചാരം മാത്രമാണ്. ആത്മീയനാകുക എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് അറിയുക എന്നതാണ്. പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടരുക. ആത്മീയത ആവേശവും സാഹസികവുമാണ്. നിങ്ങളുടെ പിന്തുടരൽ എന്തിലേക്കെത്തുമെന്ന് നിങ്ങൾ കാര്യമാക്കില്ല. അത് നിങ്ങളെ സമ്പത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്യും. ദാരിദ്ര്യത്തിലേക്കാണെങ്കിലും ഒരു യാചകനാകാൻ പോലും നിങ്ങൾ മടിക്കില്ല. അത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് ഏകാന്തതയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒറ്റയ്ക്കാകുന്നതിലും പ്രശ്നമില്ല. ഇനി പൊതുജീവിതത്തിലേക്കാണ് ഇറങ്ങേണ്ടതെങ്കിൽ യാതൊരു എതിർപ്പുമില്ലാതെ നിങ്ങളത് സ്വീകരിക്കും. ഇതൊന്നും പ്രധാനമല്ല. ജീവിത ലക്ഷ്യം തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. അതിനായി മാത്രം ജീവിക്കുക. ബാക്കിയുള്ളതെല്ലാം നിസ്സാരമാണ്. ഞാൻ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിയായ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ലക്ഷ്യം നിശ്ചയിക്കുമ്പോൾ ഒരാൾ അങ്ങേയറ്റം ശ്രദ്ധാലുവും ബോധമുള്ളവനും ആഴത്തിലുള്ള അറിവും സത്യസന്ധതയുള്ളവനുമായിരിക്കണം. ആചാര്യജി, ഞാനും ഇതേ ചോദ്യം ചോദിച്ചോട്ടെ? തീർച്ചയായും. ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആചാര്യജി, എനിക്ക് ധ്യാനമാണ് കൂടുതൽ പ്രധാനം. അത് എനിക്ക് വലിയ സുഖം നൽകുന്നു. പക്ഷേ അത് ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമില്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ? കാരണം ഇതെന്റെ സോഷ്യൽ ഇന്ററാക്ഷൻസിനെയും കുടുംബ ഉത്തരവാദിത്തങ്ങളെയും പഠനത്തെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തണം. അവസാനം നിങ്ങൾ തന്നെയാണ് വിധികർത്താവ്. ഈ വീഡിയോകളിലൂടെയോ അഡിക്ഷനുകളിലൂടെയോ നിങ്ങൾക്ക് ലഭിക്കുന്ന സുഖമാണോ ഏറ്റവും ഉന്നതമായത്? ഇതാണ് എനിക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സുഖം എന്ന് നിങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയുമെങ്കിൽ ഞാൻ പറയും, ധൈര്യമായി മുന്നോട്ട് പോകൂ. അഡിക്ഷനിൽ തന്നെ മുഴുകിക്കോളൂ. കാരണം ഞാൻ ജീവിത ലക്ഷ്യം എന്ന് വിളിക്കുന്നതിനെ മറ്റൊരു രീതിയിൽ ആനന്ദമെന്നും വിളിക്കാം. ഒരർത്ഥത്തിൽ ആനന്ദം സുഖമല്ല. മറ്റൊരർത്ഥത്തിൽ അത് സുഖത്തിനുമപ്പുറമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ
സാധ്യമായ ഏറ്റവും വലിയ സുഖമാണ് ആനന്ദം. അപ്പോൾ പരുക്കൻ ഭാഷയിൽ പറഞ്ഞാൽ, ഉന്നതമായ ആനന്ദം തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. പക്ഷേ നിങ്ങളുടെ അഡിക്ഷനിലൂടെ ലഭിക്കുന്ന സുഖം ശരിക്കും ഉന്നതമാണോ? നിങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയാൻ കഴിയൂ. അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. കുറ്റബോധത്തിൽ നിങ്ങളെ തളച്ചിടുന്നത് എങ്ങനെ ഉന്നതമായ ഒന്നാകും? കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത നൽകുന്നില്ലെങ്കിൽ അതെങ്ങനെ ഉന്നതമാകും? ഉത്തരവാദിത്തങ്ങളും സ്വന്തം താൽപ്പര്യങ്ങളും തമ്മിൽ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. റെസ്പോൺസിബിലിറ്റി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ലായിരിക്കാം. വ്യക്തതയോടെയാണ് വരുന്നതെന്നാണ് ആനന്ദത്തിന്റെ ഒരു സ്വഭാവം. അതാണ് സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം. സുഖം ലഭിക്കണമെങ്കിൽ വ്യക്തത ബലികഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് സാധാരണയായി സുഖം തോന്നുന്നത് നിങ്ങൾ ആശയക്കുഴപ്പമുള്ള അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. അല്ലാതെ സുഖം അനുഭവിക്കാൻ കഴിയില്ല. സുഖം അനുഭവിക്കുന്ന ആളുകളെ നോക്കൂ. ആ നിമിഷങ്ങൾ അവർക്ക് അങ്ങേയറ്റത്തെ വ്യക്തത നൽകുന്നതാണോ? അതോ ആഴത്തിലുള്ള ജ്ഞാനത്തിന്റെ നിമിഷങ്ങളാണോ? സത്യത്തിൽ സുഖത്തിനു വേണ്ടിയാണ് ആളുകൾ മദ്യപിക്കുന്നത്. സുഖത്തിന്റെ കാര്യം ഇങ്ങനെയാണ്. സുഖം വ്യക്തതയോടൊപ്പം നിൽക്കില്ല. എന്നാൽ ആനന്ദം സുഖത്തിന്റെ വേർപെടുത്താനാവാത്ത അകമ്പടിയാണ്. ആനന്ദവും വ്യക്തതയും ഒന്നു തന്നെയാണ്. നിങ്ങളുടെ സുഖങ്ങൾ നിങ്ങൾക്ക് വ്യക്തത നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ തന്നെ കുടുങ്ങിക്കിടക്കരുത്. ഉന്നതമായ ആനന്ദങ്ങൾ തീർച്ചയായും സാധ്യമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആ ഉന്നതമായ ആനന്ദങ്ങൾ തേടിപ്പോകുക എന്നത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ സാധ്യമാകുമ്പോൾ എന്തിനാണ് താഴ്ന്നവയിൽ തൃപ്തിപ്പെടുന്നത്? അതിൽ ഒരർത്ഥവുമില്ല, അല്ലേ? നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ഒരിക്കലും തൃപ്തിപ്പെട്ട ഒരിടത്ത് നിൽക്കരുത്. ഉന്നതമായതിനായി, ഏറ്റവും മികച്ചതിനായി എപ്പോഴും ലക്ഷ്യമിക്കുക. നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും അതിനേക്കാൾ ഉയർന്ന ഒന്നവിടെ ബാക്കിയുണ്ടാകും. അതിന്റെ വിളി കേൾക്കുക. അറിവില്ലായ്മയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നം. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവോ ശരിയായ കൂട്ടുകെട്ടിന്റെ അഭാവമോ ആയിരിക്കാം പ്രശ്നം. ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ വളരെ കുറവായതുകൊണ്ടാകാം. ജീവിതത്തിൽ എന്തൊക്കെ സാധ്യമാണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ ധാരണയുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന 5 ചെറിയ കാര്യങ്ങളിൽ ഒന്നിൽ നിങ്ങൾ അഡിക്റ്റഡ് ആകുന്നു. ജീവിതം നിങ്ങൾക്കറിയാവുന്ന ഈ 5 കാര്യങ്ങൾക്കും അപ്പുറമാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിപുലമാക്കുക. ചെറുതിലൊതുങ്ങരുത്. നിങ്ങളുടെ സ്വഭാവം അനന്തമാണ്. അത് വെറുതെ പറയുന്നതല്ല. എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിളിയാണത്. ചരൈവേത്തി ചരൈവേത്തി. അനന്തത എന്നത് ഒരിക്കലും എത്തിച്ചേരാവുന്ന ഒരു ബിന്ദുവല്ല.